ജീവിതം എന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. സമ്പന്നത സമ്പത്തിലല്ല, ഒന്നുമില്ലാതെ ദൈവത്തിൽ ആശ്രയിക്കുന്നതിലാണ്. തൻ്റെ ജീവിതത്തിലൂടെ ഇതെല്ലാം തെളിയിക്കുന്ന ഒരു വിശുദ്ധനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. വിശുദ്ധ ബെനഡിക്റ്റ് ജോസഫ് ലാബ്രെ. ആദ്യ നൂറ്റാണ്ടിലെ അലക്സ് പുണ്യവാളൻ്റെ മറ്റൊരു പതിപ്പാണ് യാചകനായിട്ട് നടന്നവൻ. കൊളോസിയത്തിൽ മാതാവിൻ്റെ കാൽനടയിൽ യാചകനായിട്ടിരുന്നവൻ. ഈ വിശുദ്ധൻ്റെ അത്ഭുതകരമായ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. മാർച്ച് 27 ഫ്രാൻസിലെ ബൊളോഞ്ഞയിലാണ് വിശുദ്ധൻ ജനിച്ചത്. അപ്പൻ ഷോൺ, അമ്മ ആനി ബാർബര. ഒരു സാധാരണ കുടുംബം. വീട്ടിലെ സാധനങ്ങളെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മയാണ് പോവുക. ഇവർ 15 മക്കളുണ്ട്, അതിൽ മൂത്തവനാണ്. അപ്പോൾ കടയിലേക്ക് പോകുമ്പോഴൊക്കെ അമ്മ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോഴെല്ലാം അമ്മ മോനെ കൊണ്ടുപോകും. കടയിൽ ചെല്ലുമ്പോൾ അമ്മ കടക്കാരോട് ഇങ്ങനെ വില പേശും. ഈ സാധനത്തിന് ഇത്ര വിലയുണ്ടോ, ഇത്തിരി കുറച്ചതാ. അപ്പം അമ്മ ഇങ്ങനെ വില പേശുന്നത് കാണുമ്പോൾ അമ്മയോട് പറയും, അമ്മേ, നമ്മളിങ്ങനെ കച്ചവടക്കാരോട് വില പേശിയാൽ അവർക്കത് നഷ്ടമാകില്ലേ, അവർക്ക് അപ്പോൾ അത് ബുദ്ധിമുട്ടാകും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ലമ്മേ. മാത്രമല്ല, നമ്മളിങ്ങനെ വില പേശണത് കാണുമ്പോൾ അവർ കൂടുതലും നുണ പറഞ്ഞിട്ട് വില കയറ്റിയിടേണ്ടി വരും. കണ്ടോ, ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ കരുണയുള്ള സ്നേഹം, തെറ്റേത് ശരിയേത് എന്ന് തിരിച്ചറിയുന്ന ഒരു ജ്ഞാനം കുഞ്ഞു പ്രായത്തിൽ നിറഞ്ഞിരുന്നു. തൻ്റെ കൂട്ടുകാർ എന്തെങ്കിലും കൊച്ചു കൊച്ചു കള്ളത്തരങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരൊരു നൂല് കട്ടെടുക്കലാകാം. അപ്പോൾ ആ കുട്ടികളോട് പറയും, പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഇന്ന് നൂല് കട്ടെടുത്തു, നാളെ നിങ്ങളത് സൂചി കട്ടെടുക്കും, പിന്നെ നിങ്ങൾ കത്രിക കട്ടെടുക്കും, പിന്നെ നിങ്ങൾ പണം കട്ടെടുക്കും. ഇങ്ങനെ മറ്റുള്ളവരുടെ സമ്പത്ത് നമ്മൾ സ്വന്തമാക്കിയാൽ നമ്മൾ നരകത്തിന് അർഹരായി തീരും കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞിൽ ദൈവിക ജ്ഞാനം ചെറിയ പ്രായത്തിലേ നിറഞ്ഞു. മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള വലിയ ഉൾക്കാഴ്ചകൾ അവനിൽ തന്നെ ദൈവം തന്നെ നിറച്ചു. എല്ലാ തരത്തിലും അറിവുള്ളവനായിരുന്നു, പഠിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പൻ ഒരു കാര്യം ചെയ്തു. അപ്പൻ്റെ സഹോദരൻ അച്ഛനാണ്. ഉന്നത പഠനം ഈ കുട്ടിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ്റെ കൂടെ നിർത്താമെന്ന് കരുതി പള്ളിയിലേക്ക് അവനെ അയച്ചു. അപ്പം അച്ഛൻ്റെ കൂടെയാണ്, വല്യപ്പനച്ഛൻ്റെ കൂടെയാണ് ബെനഡിക്റ്റ് താമസം. അപ്പോൾ അവന് അച്ഛൻ്റെ കയ്യിലുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പുസ്തകങ്ങളുണ്ട്, അതാണ് അവന് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു ദിവസം അച്ഛനില്ലാത്ത നേരത്തെ അവനിങ്ങനെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വേലക്കാരവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട്. പെട്ടെന്ന് കുറച്ച് ധർമ്മക്കാർ റൂമിലേക്ക് കയറി വന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും തരണേ. അപ്പോൾ പെട്ടെന്ന് ഈ വേലക്കാരനാണ് ഓടി വന്നു. വേലക്കാരൻ വന്നിട്ട് ഈ ധർമ്മക്കാരെ ചീത്ത പറഞ്ഞു, നിങ്ങൾ എന്തുവാ വെറുതെ താന്തോന്നികളായിട്ട് നടക്കണു, മടിയന്മാർ, കള്ളന്മാർ, കൊള്ളക്കാർ, നിങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടാണ്, ഇവിടുന്ന് ഇറങ്ങിപ്പോ, നിങ്ങളെയൊന്നേ വിശ്വസിക്കാൻ പറ്റില്ല, നിങ്ങളൊക്കെ ആരാ, എന്തോ കാക്കാനോ വന്നതെന്നൊന്നും അറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചീത്ത പറഞ്ഞ് ഷൗട്ട് ചെയ്ത് അവരെ അങ്ങോട്ട് നാണം കെടുത്തി. ഇത് കണ്ടുകൊണ്ട് ബെനഡിക്റ്റ് ജോസഫ് അവിടെ അപ്പുറത്തിരിപ്പുണ്ടായിരുന്നു. അവൻ്റെ ഹൃദയം അങ്ങോട്ട് വല്ലാണ്ട് വേദനിച്ചു. എന്നെപ്പോലെ തന്നെ വന്നിരിക്കുന്ന ഈ മനുഷ്യരെയാണല്ലോ ഇദ്ദേഹം ഇങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വിഷമം തോന്നി. അപ്പോൾ ബെനഡിക്റ്റ് ജോസഫ് ഉള്ളിൽ ഓർത്തു, താനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ താൻ വായിക്കുന്നത് ഇവരാരും വില കുറഞ്ഞവരല്ല, ഇവരെല്ലാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരാണ്. ഒത്തിരിയേറെ വിശുദ്ധർ പാവങ്ങളെ സേവിച്ചവരുണ്ട്. വിശുദ്ധ വിൻസെൻ്റ് പോള്, വിശുദ്ധ പാസ്കൽ, ഇവരൊക്കെ പാവപ്പെട്ടവരെ തേടി കണ്ടുപിടിച്ച് അവരുടെ പാദങ്ങൾ കഴുകി അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തവരാണ്. തിരുസഭ ചെയ്യുന്ന ഒരു മഹനീയ കൃത്യമാണ് പാവങ്ങളോടുള്ള സേവനം. ഇവരുടെ പാദസേവ ദൈവത്തിന് ഇഷ്ടമാകും. അങ്ങനെയുള്ള ആശയങ്ങളെല്ലാം മനസ്സിൽ നിറഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു ജ്ഞാനം തന്നിൽ നിറഞ്ഞു. വേഗം തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കുറച്ചുണ്ടായിരുന്നത് എടുത്ത് ആ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരെ നോക്കി പുഞ്ചിരിച്ച്, സാരമില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ, സാരമില്ല കേട്ടോ എന്നും പറഞ്ഞിട്ട് അവരെ പറഞ്ഞയച്ചു. അന്ന് താനൊരു തീരുമാനം എടുത്തു, ഇത് വില കുറഞ്ഞ ജീവിതമല്ല, എൻ്റെ ജീവിതവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാനും ഇറങ്ങിത്തിരിക്കും. ആ ഇടയ്ക്ക് വല്യപ്പനച്ഛൻ്റെ അടുത്തേക്ക് ആളുകളിങ്ങനെ വർത്തമാനം പറയാൻ വരും. അപ്പോൾ വേറൊരാൾ വന്നിട്ട്
സഭകളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു, സന്യാസ സഭകളെക്കുറിച്ച്, ട്രാപ്പിസ്റ്റ് സഭയെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സന്യാസ സഭയുടെ ജീവിത രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആശ്രമത്തിലേക്ക് വരുമ്പം സ്വന്തം ആത്മാവിനെ മാത്രമേ കൊണ്ടുവരാൻ പാടുള്ളൂ. വേറെ എന്തൊക്കെയും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അതൊക്കെ വെച്ചിട്ട് വേണം വരാൻ, എല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം വരാനായിട്ട്. എല്ലാം വേണ്ടെന്ന് വെക്കുന്നൊരു ജീവിതം. അവിടെ ട്രാപ്പിസ്റ്റ് ഭവനത്തിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, വിശുദ്ധമായത് മാത്രമേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. അതുപോലെ തന്നെ താൻ വായിച്ച പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സന്യാസി പറയുന്നതായിട്ട്, ആരാണ് യഥാർത്ഥ സമ്പന്നൻ? സമ്പത്തുള്ളവനല്ല, സമ്പത്ത് വേണ്ടാത്തവനാണ് സമ്പന്നൻ. ആർക്കാണ് എല്ലാം ഉള്ളത്? എല്ലാം വാരിക്കൂട്ടുന്നവനല്ല, എല്ലാം ഉപേക്ഷിക്കുന്നവർക്കാണ് എല്ലാം ഉള്ളത്. അപ്പോൾ തനിക്ക് സന്യാസത്തോടും എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളിൽ വളർന്നു വരികയാണ്. ആ നാളുകളിൽ ആ നാട്ടിൽ ഒരു പ്ലേഗ് പടർന്നു പിടിച്ചു. അപ്പോൾ ഈ അച്ഛനും ഇടവകക്കാരും ഒക്കെ ഇങ്ങനെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. ഈ രോഗികളെ ശുശ്രൂഷിച്ച് ഈ അച്ഛൻ മരിച്ചുപോയി, വല്യപ്പൻ അച്ഛൻ മരിച്ചുപോയി. അപ്പം അച്ഛൻ വയ്യാതായി മരിക്കാറായപ്പോൾ അച്ഛൻ തൻ്റെ സമ്പത്തെല്ലാം ബെനഡിക്റ്റ് ജോസഫിന് എഴുതി വെച്ചിട്ടാണ് മരിക്കുന്നത്. വല്യപ്പനച്ഛൻ്റെ കാലശേഷം തനിക്ക് ഈ സമ്പത്ത് ലഭിച്ചു. പക്ഷെ അവൻ പറഞ്ഞു, എനിക്ക് ഈ സമ്പത്തൊന്നും വേണ്ട. അവിടെ നിന്ന് ഏതാനും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ മാത്രം എടുത്തു, ബാക്കി സമ്പത്തെല്ലാം ദരിദ്രർക്ക് അപ്പോൾ തന്നെ വീതിച്ചു കൊടുത്തു. അതിനുശേഷം വീണ്ടും ഒരു അങ്കിൾ അച്ഛനുണ്ട്, വിൻസെൻ്റ് അച്ഛൻ. ആ അച്ഛൻ്റെ അടുത്ത് താമസിക്കാനായിട്ട് പോയി. അപ്പോൾ തനിക്ക് 18 വയസ്സാണ്. തൻ്റെ ജീവിതം ഏതാണെന്ന് തിരഞ്ഞെടുക്കേണ്ട കാലഘട്ടമായി. എനിക്ക് എൻ്റെ ജീവിതം അർപ്പിക്കാനാണല്ലോ തോന്നുന്നത്. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് ട്രാപ്പിസ്റ്റ് സഭയിലേക്ക് പോകാനായിട്ട് ആഗ്രഹമുണ്ട്, ഞാൻ പോട്ടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ അത് വേണ്ട, നീ കർത്തൂസ്യൻ സഭയിലേക്ക് പോക്കോ. അപ്പോൾ അവിടെ കർത്തൂസ്യൻ സഭയുടെ ആശ്രമങ്ങളുണ്ടായിരുന്നു. അവിടെ അടുത്തുള്ളൊരു ആശ്രമത്തിലേക്ക് ചോദിച്ചപ്പോൾ ആ ഇടയ്ക്ക് അവിടെ അക്രമികൾ ആക്രമിച്ചിട്ടും അഗ്നി വെച്ചിട്ടും ആകെ നശിച്ചു പോയതുകൊണ്ട് പുതിയ അംഗങ്ങളെ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ വീണ്ടും ഒരു ആശ്രമത്തിലേക്ക് ചെന്നു. അപ്പോൾ അവർ സ്വീകരിക്കാമെന്ന് വെച്ചു. പക്ഷേ ഇവനെ കണ്ടപ്പോൾ ഇവന് ഒരു ആരോഗ്യക്കുറവും ഒരു കഴിവ് കുറവൊക്കെ തോന്നി. അപ്പോൾ ഇവനോട് പറഞ്ഞു, അതെ ഇന്നതൊക്കെ പഠിക്കണം, നീ പഠിച്ചിട്ടുണ്ടോ? പാട്ടറിയണം, ഇന്ന വിഷയങ്ങൾ അറിയണം, ഇതെല്ലാം പഠിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നീ പോയിട്ട് പഠിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് വാ. അപ്പോൾ സന്തോഷത്തോടു കൂടെ തന്നെ ബെനഡിക്റ്റ് ജോസഫ് ഇറങ്ങി, ഞാൻ പഠിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൻ പോയിട്ട് പഠിച്ചു വന്നു. പഠിച്ച് സർട്ടിഫിക്കറ്റൊക്കെ കാണിച്ചു കൊടുത്തപ്പം ഇവനെ സ്വീകരിച്ച് പരിശീലന കാലഘട്ടത്തിലായിരിക്കുമ്പോൾ എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥത ജോസഫിന് അനുഭവപ്പെടുകയാണ്. അവൻ്റെ ഈ അസ്വസ്ഥത കണ്ടിട്ട് സഭാധികാരികൾ ഇവനെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ആശ്രമത്തിൽ നിന്ന് ജോസഫ് ലാബ്രെ ഇറങ്ങിപ്പോയി. എന്തു ചെയ്യണം? മുന്നോട്ട് പോയി. പിന്നെ ഏതെങ്കിലും സ്ഥലങ്ങളിലെല്ലാം വെറും നിലത്ത് കിടന്നുറങ്ങും. രാത്രിയിൽ ഏതെങ്കിലും കല്ല് ആണ് തലയെണ്ണയായിട്ടൊക്കെ വയ്ക്കുക. അങ്ങനെ ഒരു റഫ് ജീവിതമാണ് നയിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട അമ്മ ഇതെല്ലാം കാണുന്നുണ്ട്. അമ്മയ്ക്ക് വിഷമമായി, മോനെ എന്താ മോനെ നീ ഇങ്ങനെ, നീ വാ, വീട്ടിൽ വാ, ഇവിടെ വന്ന് കിടന്നുറങ്ങ്, നീ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ അനുഭവിക്കുക, ആസ്വദിക്കുക, നീ ഇങ്ങനെ റഫായിട്ടുള്ള ജീവിതം നയിക്കല്ലേ മോനെ. അപ്പോൾ ജോസഫ് ലാബ്ര പറഞ്ഞു, അമ്മേ എനിക്ക് ഭാവിയിൽ എന്താണ് ദൈവം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാമോ? എനിക്ക് വേണ്ടിയിട്ട് കഠിനമായിട്ടുള്ള ജീവിത രീതികളാണ് വരുന്നതെങ്കിൽ അത് സ്വീകരിക്കാനായിട്ട് ഞാൻ ഇപ്പോഴേ പരിചയപ്പെടുകയാണ്. അമ്മ വിഷമിക്കേണ്ട. അമ്മ ഒരു കാര്യം ചെയ്യുക, ഞാനിങ്ങനെ മാറി ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് അമ്മ എന്നെ ഓർത്തിങ്ങനെ വിഷമിച്ച് ആകുലപ്പെടല്ലേ. എന്നെ പരിശീലിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ ബാക്കി സഹോദരങ്ങളെയും അമ്മ നല്ല ഭക്തിയും വിശ്വാസമൊക്കെ കൊടുത്ത് പരിശീലിപ്പിച്ചു. എന്നെ പ്രതി സന്തോഷിക്കാനായിട്ട് ദൈവം ഇടവരുത്തും. അമ്മ വിഷമിക്കേണ്ട. എനിക്കിനി ട്രാപ്പിസ്റ്റിൻ്റെ സഭയിലേക്ക് പോകണം. അങ്ങനെ വീണ്ടും മെത്രാനച്ഛനോട് ചോദിച്ചു, ഞാൻ ട്രാപ്പിസ്റ്റ് സഭയിലേക്ക് പോട്ടെ. അപ്പം മെത്രാൻ ചോദിച്ചു, ഏത് സഭയിലേക്കാണ് പാരൻസിന് ഇഷ്ടം? അപ്പോൾ പറഞ്ഞു, കർത്തൂസ്യൻ സഭ തന്നെ. അപ്പോൾ വീണ്ടും കർത്തൂസ്യൻ സഭയിലേക്ക് തന്നെ പൊക്കോളാനാണ് മെത്രാനച്ഛൻ അഭിപ്രായപ്പെട്ടത്. അങ്ങനെ ഒരു സഭയിലേക്ക് വീണ്ടും ചെന്നു. അവിടെ ചെന്നപ്പോൾ അവരോടൊക്കെ ഇടപെട്ടു. എല്ലാ അംഗങ്ങളോടും വളരെയധികം മിങ്കിൾ ചെയ്തു. സന്തോഷം, തന്നെ പങ്കുവയ്ക്കാനുള്ള തീക്ഷ്ണത, ആത്മാർത്ഥത എല്ലാമായിട്ട് സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകുന്നു.
പക്ഷെ എങ്കിലും അതിൻ്റെ ഇടയിൽ വീണ്ടും ഒരു ഇരുണ്ട രാത്രികളുടെ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. അത് മാറി മാറി വരികയാണ്. സന്തോഷം വരുന്നു, ദുഃഖം വരുന്നു, മാറി മാറി വരുന്നു. വീണ്ടും അവിടുന്ന് തോന്നാണ് എനിക്കിതല്ല പറ്റിയത് എന്ന് തോന്നി അവിടെ നിന്നും നിഷ്കാസിതനാവുകയാണ്. തനിയെ തോന്നുകയും ചെയ്തു. തൻ്റെ സഭാംഗങ്ങൾ പറഞ്ഞു ഇവനിത് പറ്റിയതല്ല, അതുകൊണ്ട് അവനെ ആ സഭയിൽ നിന്ന് വിട്ടു. അങ്ങനെ അവൻ ഇറങ്ങി പുറപ്പെടുകയാണ്. വയ്യായിക കണ്ടപ്പോൾ അവനെ ഒരു ആശുപത്രിയിലേക്ക് അവർ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ അവിടുത്തെ ബ്രദർ പറഞ്ഞു ഈ ബ്രദറിന് ഇതൊരു വിശുദ്ധൻ്റെ ലക്ഷണമാണല്ലോ, ഇവൻ്റെ പ്രാർത്ഥനകളും ഇവൻ്റെ ആധ്യാത്മികതയും ഇവൻ്റെ ചൈതന്യവും നല്ല മനസ്സുമൊക്കെ കണ്ടിട്ട് ഇവനൊരു വിശുദ്ധനാണെന്നാണ് തോന്നുന്നത്. തുടർന്ന് പാർലമോണിയിലേക്കാണ് വിശുദ്ധൻ പോയത്. ജോസഫ് ലാബ്ര അവിടെ ഒരു പള്ളിയിൽ പോയിട്ട് വിസിറ്റേഷൻ പള്ളിയിലാണ് അവിടെ പോയിരുന്നു. ആ പള്ളിയിൽ വെച്ചാണ് വിശുദ്ധ മാർഗ്രീറ്റ മരിയ അൽക്കോക്കിന് തിരുഹൃദയത്തിൻ്റെ പ്രത്യക്ഷമൊക്കെ ഉണ്ടായത്. അവിടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ വേറെ വിസിറ്റേഷൻ സന്യാസിനികൾ ഇദ്ദേഹത്തെ കണ്ട് പറഞ്ഞു ഈ യുവാവ് ഒരു വിശുദ്ധനാണല്ലോ, ഇദ്ദേഹത്തിന് വേറെ കുറവൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇദ്ദേഹം ഒരു വിശുദ്ധനാണ്. അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ബെനഡിക്റ്റ് ജോസഫ് ലാബ്രയ്ക്ക് തോന്നി എനിക്ക് റോമിലേക്ക് ഇനി തീർത്ഥാടനം നടത്താം. നടന്നാണ് പോകുമ്പോൾ തീർത്ഥയാത്ര പോകുന്ന പോലെയല്ല, താനൊരു യാചകനാണെന്നാണ് ഉള്ളിൽ പറയുന്നത്. ഞാൻ തീർത്ഥയാത്രികനല്ല, ഞാനൊരു യാചകനാണ്, ഞാൻ എല്ലാം ചോദിക്കുന്നവനാണ് ദൈവത്തോട്, ഞാൻ ഒന്നുമില്ലാത്തവനാണ്. അപ്പോൾ ഇങ്ങനെ ജോസഫ് ലാബ്ര ഇറങ്ങി നടന്നു പോകുന്നത് കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ ചിലപ്പം കൂക്ക് വിളിക്കും, ഇതെന്തെന്നാ ഇത് ഭ്രാന്താണോ, ഇത് വട്ടനാണ്, എന്തോ കുറവുണ്ടെന്നാണ് തോന്നണത്. പിള്ളേർ ചിലപ്പോൾ കല്ലെടുത്ത് എറിയും, ചിലപ്പോൾ കൈയൊക്കെ പൊട്ടും. കല്ലെടുത്ത് എറിയുമ്പോഴും ചിരിച്ച് സന്തോഷപൂർവ്വം അത് സ്വീകരിക്കും. എറിഞ്ഞാലും തിരിച്ച് കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ പോകുന്ന വേളയിൽ ഇടയ്ക്ക് അസീസിയിലെത്തിയപ്പോൾ ഫ്രാൻസിസ് പിതാവിനെ ഓർത്തു. ഫ്രാൻസിസ് പിതാവിന് ഉണ്ടായ ആ വലിയ ചൈതന്യം തനിക്കും തരണമേ എന്ന് മനസ്സിലിങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനോട് ഇങ്ങനെ പറയണ, കർത്താവേ അങ്ങയുടെ കുരിശൊഴികെ മറ്റൊന്നും എനിക്ക് വേണ്ട, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഇദ്ദേഹം ഒരു യാചകനെ പോലെയാണ് ഇങ്ങനെ നാടുനീളെ നടക്കുന്നത്. അപ്പോൾ പിന്നീട് ചരിത്രത്തിലെല്ലാം പറയുന്നത് യാചകരിൽ വിശുദ്ധനായ യാചകനാണ്, അങ്ങനെയാണ് നാടുനീളെ നടന്നതെന്നാണ്. അങ്ങനെ നടക്കുമ്പോൾ നടന്നൊരു ബാലികയുടെ വീട്ടിലെത്തി. രോഗിയായിട്ട് ആ ബാലിക ഇങ്ങനെ കിടക്കുകയാണ്. കുട്ടിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവളെ നോക്കിയിട്ട് വിശുദ്ധൻ പറഞ്ഞു, ബാലികേ വിഷമിക്കണ്ട, ഈ കിടപ്പ്, ഈ രോഗം ഇത് വേദനിക്കാനുള്ളതല്ല. എത്രയോ വിശുദ്ധന്മാർ ഇങ്ങനെ രോഗിയായിട്ട് കിടക്കുവാനും മുന്നോട്ട് നീങ്ങുവാനും കൃപ ആഗ്രഹിച്ചിട്ടുണ്ട്. നിനക്കിത് ദൈവം തന്നൊരു വലിയ കൃപയാണ്. നാളെ നീ സ്വർഗത്തിൻ്റെ വലിയവളായി തീരും, അതുകൊണ്ട് വിഷമിക്കേണ്ട. ഈ വിശുദ്ധൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ബാലികയ്ക്ക്, ഈ കുഞ്ഞിന് ഉള്ളിലെന്തോ ഭയങ്കര ഒരു സന്തോഷം. അപ്പം ഇങ്ങനെ പറയാണ്, ഉള്ളിൽ കർത്താവിനോട് ഇങ്ങനെ പറയാണ്, കർത്താവേ നസ്രായനായ യേശുവേ, ഇന്നൊരു വിശുദ്ധൻ എന്നെ കാണാൻ വന്നു, എൻ്റെ ഹൃദയം നിറഞ്ഞു. ഈ ബെനഡിക്റ്റ് ജോസഫ് ലാബ്രെ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ബാലികയ്ക്ക് സൗഖ്യം. ആ കുട്ടി പെട്ടെന്ന് എഴുന്നേറ്റു. ആ കുട്ടി തീരുമാനിച്ചു, എനിക്ക് ദൈവമാണ് സൗഖ്യം തന്നത്, എൻ്റെ ജീവിതം ഇനി കർത്താവിനാണെന്ന് പറഞ്ഞ് തുടർന്ന് ഒരു സന്യാസിയാവുകയാണ് ഉണ്ടായത്. തുടർന്ന് എങ്ങോട്ട് പോകണം? ജോസഫ് ലാബ്ര മുന്നോട്ട് ഇങ്ങനെ പോവാണ്. ഒരു ആശാരിയുടെ വീട്ടിൽ ചെന്നു. ആശാരിയുടെ വീട്ടിൽ ചെന്നിട്ട് അയാൾ ഇങ്ങനെ മുട്ടുമേ നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ജോസഫ് ലാബ്ര. അപ്പോൾ ഇതാ ആളുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞതേ അങ്ങനെ വഴി കണ്ടവരൊന്നും ഇവിടെ ഒന്നും കയറ്റണ്ട കേട്ടോ, ഇറങ്ങി വിട്ടോ. അപ്പോൾ ചിലർ അനുകൂലിച്ചു, ചിലർ പറഞ്ഞു നല്ലതാണ് ഇയാൾ മനുഷ്യൻ, ചിലർ പറഞ്ഞു ഇത് നമുക്ക് അറിഞ്ഞുകൂടാ, ഇറക്കി വിട്ടേര്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഈ ആശാരിയുടെ മനസ്സിനും ഇയാളോടൊരു ഇഷ്ടക്കേട്. എന്തിനാണോ ഇയാൾ വന്നിരിക്കുന്നത് ജോസഫ് ലാബ്രെ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ ആശാരിയുടെ മനസ്സ് തന്നിൽ നിന്ന് അകലുന്നു എന്ന് കണ്ടപ്പോൾ ജോസഫ് ലാബ്രെ ആ കുടുംബത്തിൽ നിന്ന് സന്തോഷപൂർവ്വം ഇറങ്ങി. തുടർന്ന് ചെന്നതൊരു തയ്യൽക്കാരൻ്റെ വീട്ടിലേക്കാണ്. തയ്യൽക്കാരൻ സന്തോഷപൂർവ്വം ജോസഫ് ലാബ്രയെ സ്വീകരിച്ചു. ഇയാൾ സിമ്പിളായിട്ട് തന്നെയാണ് ജോസഫ് ലാബ്ര മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആർക്കായാലും ഒരു പാവം തോന്നി ഒരു അഭയം കൊടുക്കും. അങ്ങനെ തൻ്റെ വീട്ടിൽ താമസിച്ചു. ആ ഇടയ്ക്ക്
തനിക്ക് തോന്നി തന്നെ പോലെ കുറച്ച് യാചകരായിട്ട് നടക്കുന്നവരെ ഈ വീട്ടിലേക്കൊന്ന് സ്വീകരിച്ച് അവർക്കൊരു ഭക്ഷണം കൊടുത്താലോ. തയ്യൽക്കാരനോട് ചോദിച്ച് ഒരു 10-12 യാചകരെ ജോസഫ് ലാബ്ര വിളിച്ചു. അവർ വന്നു. എല്ലാവരുടെ കയ്യിൽ ഒരു പാത്രം കൊടുത്തു. എന്നിട്ട് എല്ലാവർക്കും ഒരു അപ്പക്കഷ്ണവും കുറച്ച് പയറും കൊടുത്തു. എല്ലാവരും ഇങ്ങനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞപ്പം ജോസഫ് ലാബ്രയുടെ പാത്രത്തിലും ഈ പയറും അപ്പക്കഷ്ണവും ഉണ്ട്. അവരിങ്ങനെ പ്രാർത്ഥിച്ചു സ്തുതിച്ചൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ലാബ്രയുടെ പാത്രത്തിലുള്ള ഈ ഭക്ഷണ സാധനങ്ങൾ അങ്ങോട്ട് വർദ്ധിച്ചു നിറഞ്ഞു. എല്ലാവരും അത്ഭുതപ്പെട്ടു. അത്ഭുതം. അപ്പോൾ സന്തോഷത്തോടു കൂടെ അത്ഭുതം എന്ന് പറഞ്ഞിരിക്കില്ല. കുറച്ച് പേര് ചുറ്റും പുറത്തുനിന്ന് ഇതറിഞ്ഞിട്ട് വന്ന് പറഞ്ഞു, ദേ ഇതത്ര വിശ്വസിക്കൊന്നും വേണ്ട, ആ വീട്ടിൽ നിന്ന് കുറച്ച് പാത്രങ്ങൾ കാണാതായിട്ടുണ്ട്, അത് ജോസഫ് ലാബ്ര എടുത്തിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അപമാനകരമായ വർത്താനം ജോസഫ് ലാബ്രയ്ക്ക് എതിരായിട്ട്. അപ്പോൾ ജോസഫ് ലാബ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ നന്ദി, നിൻ്റെ മഹത്വം പ്രകീർത്തിക്കാനായിട്ട് നിൻ്റെ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബലി കൂടെ സ്വീകരിക്കണം, ഈ സംസാരം കൂടി ഞാൻ കേൾക്കണം, ഈ തിന്മയും കൂടി ഞാൻ കേൾക്കണം. ഞാൻ റെഡി കർത്താവേ, ഞാൻ റെഡി കർത്താവേ എന്ന് പറഞ്ഞിട്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. പതുക്കെ എല്ലാവരും ഇങ്ങനെ പിറുപിറ എന്ന എതിര് പറയുന്നത് കേട്ടപ്പോൾ ഈ തയ്യൽക്കാരനും ഒരു വിദ്വേഷം തോന്നി. പതുക്കെ ആ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുകയാണ്. പിന്നീട് പോകുന്നത് സ്പെയിനിലേക്കാണ്. സ്പെയിനിൽ അവിടെ വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെ കബറിടം അവിടെയെല്ലാം സന്ദർശിക്കാം, അവിടെ പോയി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ചിട്ട് സ്പെയിനിലേക്ക് നടക്കുകയാണ്. വനപ്രദേശത്ത് വെച്ച് ഒരു മനുഷ്യനിങ്ങനെ മുറിവേറ്റ് കിടക്കുന്നു. പാവം തോന്നി ജോസഫ് ലാബ്ര അയാളെ വെച്ച് കെട്ടി അരുവിയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് എങ്ങനെ അയാളെ ശുശ്രൂഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പം കുതിരപ്പുറത്ത് 2 പടയാളികൾ ഇങ്ങനെ ആ വഴി വരുന്നു. അപ്പോൾ ആ പടയാളികൾ വിചാരിച്ചു ഈ മനുഷ്യനായിരിക്കാം, ഈ മനുഷ്യനെ ആക്രമിച്ചത് ഒരുപക്ഷെ ജോസഫ് ലാബ്രയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ കുതിരപ്പുറത്തിരിക്കുന്ന പടയാളികൾ ഈ ജോസഫ് ലാബ്രയും പിടിച്ചുകൊണ്ട് അവർ കൊണ്ടുപോയിട്ട് ജയിലിലടച്ചു. പിന്നീട് ഈ മനുഷ്യൻ തന്നെ വന്ന് ഇയാളെന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് വെളിപ്പെടുത്തിയപ്പോഴാണ് അയാളെ വിട്ടുകിട്ടിയത്. ജോസഫ് ലാബ്ര എന്തനുഭവം കിട്ടിയാലും നന്ദി തന്നെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഇടയ്ക്ക് ആൻഡ്രേ എന്ന് പറയുന്ന ഒരാൾ, ഒരു ചിത്രകാരൻ, തനിക്ക് ചിത്രങ്ങൾ വരയ്ക്കണം. 12 അപ്പസ്തോലന്മാരുടെയും ഈശോയുടെയും ചിത്രം വരയ്ക്കുകയാണ്. അങ്ങനെ അപ്പസ്തോലന്മാരുടെ എല്ലാം ചിത്രം വരച്ചു. അപ്പോൾ അവരിങ്ങനെ നോക്കിയാണ് വരയ്ക്കുക. എനിക്കിനി ഈശോയുടെ ചിത്രം വരയ്ക്കണം, എവിടെ ഞാൻ നോക്കും. അങ്ങനെ നടക്കുമ്പോഴാണ് ഇങ്ങനെ വഴിയിൽ കൂടെ ജോസഫ് ലാബ്ര പോകുന്നത് കണ്ടത്. അപ്പോൾ ജോസഫ് ലാബ്രയോട് പറഞ്ഞു, ഒന്ന് വന്നിരുന്ന് തരാമോ, എനിക്ക് ഈശോയുടെ ചിത്രം വരയ്ക്കാനാണ്, നിങ്ങൾക്ക് ആ ഒരു ഛായയുണ്ടെന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. ആദ്യം അത് സമ്മതിച്ചില്ല, എന്നാലും പിന്നെ സ്റ്റുഡിയോയിൽ പോയി ഇരുന്ന് കൊടുത്തു, വരച്ചു. കറക്റ്റായിട്ട് ഈശോയുടെ ചിത്രം പോലെ തന്നെ വന്നു. അപ്പോൾ ഈശോയെ ഹൃദയത്തിൽ വഹിച്ചതുകൊണ്ട് ഈശോയുടെ രൂപവും കൂടി തന്നിൽ വന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. പിന്നീട് കുറച്ച് നാൾ മറ്റൊരു ചിത്രകാരൻ, അന്റോണിയോ എന്ന് പറഞ്ഞ ഒരു ചിത്രകാരൻ പറഞ്ഞു, എനിക്ക് ഏലിയ പ്രവാചകൻ്റെ ചിത്രം വരയ്ക്കണം. അതിനും ചിത്രം വരയ്ക്കാൻ വേണ്ടി ആൾ കണ്ടുപിടിച്ചത് ഈ ബെനഡിക്റ്റ് ലാബ്രയെ തന്നെയാണ്. അങ്ങനെ ബെനഡിക്റ്റ് ലാബ്രെ സന്തോഷവാനായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇനി എവിടെ പോകണം? എന്നാൽ കൊളോസ്യത്തിലേക്ക്, റോമിലെ കൊളോസ്യത്തിലേക്ക് പോകാം. അപ്പോൾ റോമിലെ കൊളോസ്യം അവിടെ ഇങ്ങനെ യാചകനായിട്ട് തന്നെയാണ് നടക്കുന്നത്. അപ്പോൾ ആളുടെ വേഷം കാണുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു നല്ല ഉടുപ്പൊക്കെ, ചിലപ്പോൾ വളരെ ഒരു യാചകൻ്റെ പോലെ കീറിയ വേഷത്തിലുള്ള ഡ്രസ്സിലാണ് ഇങ്ങനെ നടക്കുക. അപ്പോൾ കൊളോസ്യത്തിൽ വാതക്കലൊക്കെ ഇയാളെ ഇങ്ങനെ കണ്ടപ്പോൾ ആളുകൾ പറഞ്ഞു, ഇതാരത്? ഇത് വേഷം മാറി വന്ന ഒരു സന്യാസിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഇത് പാപപരിഹാരത്തിനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന ഏതോ ഒരു പ്രഭുകുമാരനാണല്ലോ. ചിലർ പറഞ്ഞു ഇതൊരു ധർമ്മക്കാരനാണല്ലോ, ഇതൊരു പറ്റിക്കാൻ വന്നവനാണല്ലോ, ഇതൊരു ഭ്രാന്തനാണല്ലോ. അങ്ങനെ ഇദ്ദേഹത്തെക്കുറിച്ച് പലരും പറയാൻ തുടങ്ങി. അദ്ദേഹം മുന്നോട്ടിങ്ങനെ പോയി ചെന്നപ്പോൾ കുറച്ച് കുട്ടികൾ കല്ലെറിഞ്ഞു. ഒരു കെട്ടിടത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ കല്ലെറിഞ്ഞു. ഈ കല്ലെറിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് സ്ത്രീകൾ ഇദ്ദേഹത്തെ എറിഞ്ഞ കല്ലെടുത്ത് ചുംബിച്ചു. അവർ പറഞ്ഞു, ആ സ്ത്രീകൾ പറഞ്ഞു, ഇദ്ദേഹം ഒരു വിശുദ്ധനാണ്, കുട്ടികളെ നിങ്ങൾ കല്ലെറിയുന്നത് പോലെ ഇയാളൊരു ഭ്രാന്തനല്ല, ഇയാളൊരു വിശുദ്ധനാണ്, ഇയാളെ സ്പർശിച്ച ഈ കല്ലുകൾക്കുമുണ്ട് വിശുദ്ധി എന്ന് പറഞ്ഞിട്ട് അവരത് ചുംബിച്ചു. തുടർന്ന് മറ്റൊരു ദേവാലയത്തിൽ പോയി ബെനഡിക്റ്റ് ജോസഫ് ലാബ്രെ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്തു ചെയ്യണം? അങ്ങയുടെ തിരുഹിതം എന്നിൽ നടക്കട്ടെ, അങ്ങയെപ്പോലെ ഞാൻ ആകാൻ ആഗ്രഹിക്കുന്നു, അങ്ങയെപ്പോലെ ഒന്നുമില്ലാതാകാനായിട്ട്
ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് എന്നിൽ നിന്ന് എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെ എന്നിലൂടെ പൂർത്തിയാകണേ. അങ്ങനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് നടന്നു. പിന്നീട് ലൊരോറ്റയിലാണ് പോകുന്നത്. ലൊരോറ്റയിൽ നമുക്കറിയാം, അവിടെയാണ് ഈശോയുടെ പിള്ളക്കച്ച മാലാഖമാരെടുത്ത് കൊണ്ട് പിന്നെ വെച്ചത് ലൊരോറ്റ ദേവാലയത്തിലാണെന്ന് പറയുന്നു. അവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ നാളുകളിലാണ് ആ വർഷത്തെ വലിയ ആഴ്ച വന്നത്. വലിയ ആഴ്ചയിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ആശ്രയം കൊടുത്തിരുന്ന ഒരു ഭവനത്തിലെ ആളും അതുപോലെ തന്നെ ഒരു ദേവാലയത്തിലെ ആളും പറഞ്ഞു, ഈ വലിയ ആഴ്ചയിൽ ഇയാൾ ഈ ദേവാലയത്തിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഇയാൾക്ക് തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാനും ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുള്ള മടി കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇയാളെ ഇങ്ങനെ ദ്രോഹിച്ചു. ഇങ്ങനെ വേണ്ടാത്തത് ഇങ്ങനെ പറഞ്ഞു ബെനഡിക്ട് ജോസഫ് ലാബ്രേനെ. അപ്പോൾ ലാബ്രയ്ക്ക് വിഷമായി, എന്നെ ഇങ്ങനെ പറയാണല്ലോ. പക്ഷെ പറഞ്ഞു, കർത്താവേ നീ സഹിച്ചതുപോലെ ഞാനിത് സഹിക്കാനാണെങ്കിൽ ഞാൻ റെഡി. പക്ഷെ നീ എന്നിൽ നിന്ന് അകലരുത് കേട്ടോ. ഇനി നീ എന്നിൽ നിന്ന് അല്പം അകലുന്നതുപോലെ കാണിച്ചാലും, എനിക്ക് സഹനത്തിൻ്റെ നാളുകൾ തന്നാലും ഞാൻ നിന്നിൽ നിന്ന് അകലില്ല കേട്ടോ. ഞാൻ നിന്നെ പിന്നെയും ഇങ്ങനെ ആശ്രയിക്കും. അങ്ങനെ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് അങ്ങനെ നീങ്ങുമ്പോൾ പെട്ടെന്ന് ആ ദേവാലയത്തിൽ വെച്ച് തന്നെ അയാൾക്കൊരു വയ്യായ്ക തോന്നി. അപ്പോൾ 1783 ആ വർഷം, ഏപ്രിൽ 16. അന്ന് രാത്രി താൻ താമസിച്ചിരുന്ന വീട്ടിലേക്ക് വന്ന് ബെഡിൽ കിടന്ന് താൻ അന്ത്യശ്വാസം വിടുകയാണ്. ആളുകളെല്ലാം അറിഞ്ഞു, ഇതാ യാചകനായിട്ട് നടന്ന കൊളോസ്യത്തിലെ യാചകൻ, മാതാവിൻ്റെ കാൽനടയിലെ യാചകൻ ഇതാ മരിച്ചു. മരണവാർത്ത അറിഞ്ഞ വശം എല്ലാവരും ഓടിക്കൂടി. ആളുകളുടെ തിക്കും തിരക്കും എല്ലാവരും പറഞ്ഞു, ഇത് അയാളൊരു വിശുദ്ധനാണ്, ഇയാളൊരു സാധാരണ മനുഷ്യനല്ല, ഇയാളൊരു യാചകനല്ല, ഇയാളൊരു വിശുദ്ധനാണ്. ആളുകളുടെ തിക്കും തിരക്കും കാരണം റോമൻ പടയാളികളാണ് ആ ജനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. 2-3 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ചത്. സംസ്കാരത്തിന് ശേഷം വീണ്ടും 4 ദിവസം കഴിഞ്ഞിട്ട് ആ മൃതപേടകം തുറന്നപ്പോൾ വളരെയേറെ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. ഒത്തിരിയേറെ രോഗികൾ സുഖപ്പെട്ടു. എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ഉറപ്പിച്ചു ഇത് ഒരു വിശുദ്ധൻ തന്നെയാണെന്ന്. വീണ്ടും ആ ഖബറിടത്തെങ്കിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നടന്നു. 1881 ലിയോ 13 മാർപ്പാപ്പ ബെനഡിക്ട് ജോസഫ് ലാബ്രയെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതം നമുക്കിതൊന്നും അനുകരിക്കാൻ പറ്റാത്ത പോലെ അത്രയേറെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണ്. വിശുദ്ധിക്കും സന്തോഷത്തിനും ഒന്നും വാരിക്കൂട്ടണ്ട. ഒന്നും ഇല്ലാതാക്കുമ്പോഴാണ്, ദൈവത്തെ മാത്രം നേടുമ്പോഴാണ് യഥാർത്ഥ സന്തോഷമെന്ന് ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മോട് പറയുന്നു. വിശുദ്ധന് ഒന്നിനെക്കുറിച്ചും ആരെക്കുറിച്ചും പരാതിയില്ല. തന്നെ കല്ലെറിഞ്ഞവരാട്ടെ, തന്നെ കല്ലെറിഞ്ഞാലും തന്നെ എന്തു പറഞ്ഞാലും അവരോട് ഒരു ദ്രോഹവുമില്ല. നന്ദി മാത്രം. ദൈവമേ, നിന്നെ പ്രതി ഞാനിത് സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിതത്തിൽ നമ്മൾക്ക് ഇത്രയേറെ അപമാനകരമായ ജീവിതത്തിലൂടെ സ്വയം വിട്ടുകൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ലെങ്കിലും നമുക്കെതിരെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് വെക്കുമ്പോൾ, മറ്റുള്ളവരുടെ വാക്കുകളോ എന്തെങ്കിലും നമ്മെ മുറിപ്പെടുത്തുമ്പോൾ അതിനൊന്നും ഒരു വില കൊടുക്കാതെ ദൈവത്തെ പ്രതി എല്ലാത്തിനോടും ക്ഷമിക്കാൻ, ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണെന്ന് തിരിച്ചറിയാൻ, ദൈവത്തിനു വേണ്ടി എല്ലാം ഉപേക്ഷിക്കാനുള്ള വലിയ കൃപ ലഭിക്കാൻ, നാം ആയിരിക്കുന്നിടത്ത് ഈശോയ്ക്ക് ദൈവത്തിന് മാതൃക നൽകാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഈ വിശുദ്ധൻ്റെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹവും ആശംസിക്കുന്നു.